ടു ഓൾ. കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 5th സെം ബികോം ഇൻകം ടാക്സിലെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആൻഡ് ഇൻസിഡൻസ് ഓഫ് ടാക്സ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ഓരോന്നും എങ്ങനെയാണ് വരിക എന്നൊക്കെ. നമുക്കൊന്നും കൂടെ അത് റിവൈസ് ചെയ്യാം, എന്നിട്ട് നമുക്ക് പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം കേട്ടോ. അതായത് ഇൻകം റിസീവ്ഡ് ഇൻ ഇന്ത്യ, അതുപോലെ തന്നെ ഇൻകം റിസീവ്ഡ് ഇൻ ഇന്ത്യ എന്ന് ഒരു ക്വസ്റ്റ്യനിൽ കണ്ടു കഴിഞ്ഞാൽ അത് ഓർഡിനറിയിലും നോട്ട് ഓർഡിനറിയിലും നോൺ റെസിഡൻറ്റിലും അതിൽ എമൗണ്ട് കൊടുക്കണം. അതുപോലെ തന്നെ ഡീംഡ് ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ, അതായത് ഇന്ത്യയിൽ കിട്ടിയതായിട്ട് കണക്കാക്കപ്പെടുകയാണെങ്കിലും എന്ത് ചെയ്യണം, മൂന്നിലും നമ്മൾ ടാക്സ് കൊടുക്കണം. പിന്നെ സോഴ്സ്, അതായത് ജനറേറ്റ് ചെയ്യുന്നത് ഇന്ത്യയിലായിട്ട് പറയുകയാണെങ്കിൽ ഇൻകം അക്രൂയിങ് ഓർ അറൈസിങ് ഇൻ ഇന്ത്യ എന്ന് പറയുകയാണെങ്കിലും മൂന്നെണ്ണത്തിൽ നമ്മൾ എന്ത് കൊടുക്കണം, ടാക്സ് കൊടുക്കണം. പിന്നെ ഇൻകം ഡീംഡ് ടു എക്വർ ഓർ അറൈസൺ ഇൻ ഇന്ത്യ, അതായത് സോഴ്സ് ഇന്ത്യ ആയിട്ട് കണക്കാക്കപ്പെടുകയാണെങ്കിലും നമ്മൾ എന്ത് കൊടുക്കണം, മൂന്നെണ്ണത്തിലും ടാക്സ് കൊടുക്കണം. ഇൻകം റിസീവ്ഡ് ഇൻ ഇന്ത്യ എന്ന് പറയുമ്പോൾ ഡയറക്റ്റ്ലി മേ ബി പറഞ്ഞേക്കാം. അതുപോലെ തന്നെ ഈ സോഴ്സിൻ്റെ കേസ് പറയുമ്പോൾ മേ ബി ക്യാഷ് കിട്ടിയിട്ടുണ്ടായിരിക്കുക നമുക്ക് ദുബായിൽ നിന്നായിരിക്കും. അതായത് എനിക്ക് നാട്ടിൽ ഒരു വീടുണ്ട്, അപ്പോൾ ഞാൻ ആ വീട് ഒഴിവാക്കിയിട്ട് ഞാൻ ദുബായിക്ക് ജോലിക്ക് വേണ്ടിയിട്ട് പോവാണ്. അപ്പം അങ്ങനത്തെ സിറ്റുവേഷനിൽ എൻ്റെ വീട് അവിടെ കാലിയായിട്ട് കിടക്കുക, കാരണം ഞാൻ ഒറ്റയ്ക്കാണ് ആ വീട്ടിൽ താമസിക്കുന്നത്. അപ്പോൾ എൻ്റെ വീട് കാലിയായിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ എനിക്കത് റെൻറ്റിന് കൊടുക്കാം. പിന്നെ ഞാൻ റെൻറ്റിന് കൊടുത്തു. എനിക്ക് അവർ ക്യാഷ് അയച്ചു തരുന്നത് ദുബായിക്കാണ്. ഓക്കെ, ദുബായിൽ നിന്നാണ് എനിക്ക് ക്യാഷ് കിട്ടിയത്. പക്ഷേ അതിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് എവിടെയാണ്, ഇന്ത്യയിലാണ്. കാരണം ആ വീട് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലാണ്. അതാണ് കേട്ടോ ഈ ഇൻകം അക്രൂയിങ് ഓർ അറൈസിങ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത്, സോഴ്സ് ഇന്ത്യയിലാണ്. അങ്ങനത്തെ കേസിൽ നമ്മൾ എന്ത് ചെയ്യണം, ഓർഡിനറിയിലും നോട്ട് ഓർഡിനറിയിലും നോൺ റെസിഡൻറ്റിലും നമ്മൾ ടാക്സ് അവർക്ക് പേ ചെയ്യണം. ഇതാണ് ഈ 4 പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയുന്നതാണ് ഇൻകം റിസീവ്ഡ് ഓർ അക്രൂഡ് ഔട്ട്സൈഡ് ഇന്ത്യ ഫ്രം എ ബിസിനസ് കൺട്രോൾഡ് ഫ്രം ഔട്ട്സൈഡ് ഓർ പ്രൊഫഷണൽ സെറ്റപ്പ് ഇന്ത്യ. അതായത് ഇൻകം നമുക്ക് കിട്ടുന്നത് വേറെ ഏതൊരു ദുബായിൽ തന്നെയാണ് കിട്ടുന്നത്. അതായത് ദുബായിൽ എനിക്ക് കുറച്ച് ബിസിനസ് ഉണ്ട്, അപ്പോൾ ആ ബിസിനസ്സിൽ നിന്നാണ് എനിക്ക് ഇൻകം കിട്ടുന്നത്. ഓക്കെ, പക്ഷേ ഞാനുള്ളത് നാട്ടിലാണ്. അപ്പോൾ അതിൻ്റെ കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് വരുന്നത് എവിടെയാണ്, ഇന്ത്യയിലാണ്. ഞാൻ ഇന്ത്യയിലാണ് ഉള്ളത്, എൻ്റെ നാട് ഇന്ത്യയിലാണ്. അപ്പോൾ ഞാൻ ഉള്ളത് ഇന്ത്യയിലാണ്. അപ്പോൾ അതിൻ്റെ കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് വരുന്നത് ഇന്ത്യയിലാണ്. അതായത് ഇൻകം റിസീവ് ആവുന്നത് ഔട്ട്സൈഡ് ഇന്ത്യയിലാണെങ്കിലും കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് ഇന്ത്യയിൽ വരികയാണെങ്കിൽ, അതാണ് 5ാമത്തെ പോയിന്റ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഓർഡിനറിയിലും നോട്ട് ഓർഡിനറിയിലും നമ്മൾ എന്ത് കൊടുക്കണം, ടാക്സ് കൊടുക്കണം. ഓക്കെ, ഓർഡിനറിയിലും നോട്ട് ഓർഡിനറിയിലും നമ്മൾ ടാക്സ് കൊടുക്കണം. ഇതാണ് അത് പറയുന്നത്. ഇനി നെക്സ്റ്റ് പറയുന്നതാണ് 6ാമത്തെ പോയിന്റ്, ഇൻകം റിസീവ്ഡ് ഓർ അക്രൂഡ് ഔട്ട്സൈഡ് ഇന്ത്യ ഫ്രം എ ബിസിനസ് കൺട്രോൾഡ് ഫ്രം ഔട്ട്സൈഡ് ഓർ പ്രൊഫഷണൽ സെറ്റപ്പ് ഔട്ട്സൈഡ്. 5ാമത്തെ കേസ് നമ്മൾ എന്താ പറഞ്ഞത്, ഇൻകം റിസീവ് ആവുന്നത് ഔട്ട്സൈഡാണ്, പക്ഷേ അതിൻ്റെ കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് വരുന്നത് ഇന്ത്യയിലാണ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ 2 എന്ത് കൊടുക്കണമായിരുന്നു, ടാക്സ് കൊടുക്കണമായിരുന്നു. പക്ഷേ ഇപ്പം നമ്മൾ ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്, ഇവിടെ ഇൻകം റിസീവ് ആകുന്നതും അതുപോലെ തന്നെ അതിൻ്റെ കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് വരുന്നതും എവിടെയാണ്, ഔട്ട്സൈഡിലാണ്. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിൽ എന്ത് ചെയ്യണം, ഓർഡിനറിയിൽ മാത്രം എന്ത് കൊടുത്താൽ മതി, ടാക്സ് കൊടുത്താൽ മതി. നോട്ട് ഓർഡിനറിയിൽ എന്ത് ചെയ്യണ്ട, നോട്ട് ഓർഡിനറിയിലും അതുപോലെ തന്നെ നോൺ റെസിഡൻറ്റിലും നമ്മൾ ടാക്സ് കൊടുക്കണ്ട. ഓൺലി ഏതിൽ മാത്രം, ഓർഡിനറിയിൽ മാത്രം ടാക്സ് കൊടുത്താൽ മതി. പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് ഇൻകം റിസീവ്ഡ് അക്രൂഡ് ഔട്ട്സൈഡ് ഇന്ത്യ ഫ്രം എനി അതർ സോഴ്സ്. അതായത് ഈ 6ാമത്തെ സെയിം പോയിന്റ് തന്നെയാണ് 7ാമത്തേലും പറയുന്നത്. പക്ഷേ നമ്മൾ വിചാരിക്കും അതിൽ മാറ്റേണ്ടതെന്ന്. ഇതിലെന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ഇൻകം റിസീവ് ആവുന്നത് ഔട്ട്സൈഡ് ഇന്ത്യ ആണ്. ഓക്കെ, പക്ഷേ ഇതിൽ കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് എന്ത് ചെയ്യുന്നില്ല, അവർ പറയുന്നില്ല. ഔട്ട്സൈഡ് ഇന്ത്യ ആണ് കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് ഒന്നും പറയുന്നില്ല, അല്ലെങ്കിൽ ഇന്ത്യയിലാണ് കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് ഒന്നും പറയുന്നില്ല. ഇവിടെ ആകെ പറഞ്ഞിട്ടുള്ള എന്താ, ഔട്ട്സൈഡ് ഇന്ത്യയിൽ നിന്നാണ് ഇൻകം കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിൽ എന്താ വരുന്നത്, എവിടെ നിന്നാണോ ക്യാഷ് കിട്ടുന്നത് അത് തന്നെയായിരിക്കും എന്ത് പറയുക, കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് വരും. അപ്പോൾ ഇവിടെ ഔട്ട്സൈഡാണ് എന്ത് പറയുന്നത്, ഇൻകം കിട്ടുന്നത്. അപ്പോൾ ഇവിടുത്തെ കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് പറയുമ്പോൾ എങ്ങനെയായിരിക്കും, ഔട്ട്സൈഡ് തന്നെയായിരിക്കും. അപ്പോൾ ഓർഡിനറിയിൽ മാത്രം ടാക്സ് കൊടുത്താൽ മതി. പിന്നെ ഇൻകം റിസീവ്ഡ് ഓർ അക്വയർഡ് ഔട്ട്സൈഡ് ഇന്ത്യ ബ്രൗട്ട് ടു ഇന്ത്യ ഇൻ ദി പ്രീവിയസ് ഇയർ, അതായത് പ്രീവിയസ് ഇയറിൽ കിട്ടിയ ഇൻകത്തിന് നമ്മൾ ഇപ്പോൾ ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ എല്ലാത്തിനും എന്ത് കൊടുക്കുന്നു, ടാക്സ് അടയ്ക്കേണ്ട അവിടെ ഫില്ല് ചെയ്യാണ്ട് കിടക്കുക. പിന്നെ ഇതിൻ്റെ നോട്ട്സ് നിങ്ങൾ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറേ പേര് പ്ലീസ് എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ ടെലിഗ്രാം ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, വേണ്ടവർ ചെക്ക് ചെയ്യാം കേട്ടോ. ഞാൻ അതിൽ ഒരുപാട് നോട്ട്സൊന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല. ഈ ചാപ്റ്ററിൻ്റെ, അതായത് ഇൻകം ടാക്സ് ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ നോട്ട്സ് കംപ്ലീറ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ 3rd സെം HRM, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്, അതുപോലെ തന്നെ വേറെ സബ്ജക്റ്റ് ഞാൻ ആഡ് ആക്കാം ഇതിൽ. ഓക്കെ, ഇനി നമുക്ക് പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇതൊരു ചെറിയ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വലിയ പ്രോബ്ലത്തിലോട്ട് പോവാം. ഇനിവേ ദ ഫോളോയിങ് ആർ ദി ഡീറ്റെയിൽസ് ഓഫ് ഇൻകം ഓഫ് മിസ്റ്റർ എ.
അതിൽ ഫസ്റ്റ് പറയുന്നതാണ്, അതായത് മിസ്റ്റർ എയുടെ ഇൻകം അതല്ല, അതിൽ ആദ്യത്തെയാണ് ഇൻകം ഓഫ് ₹2000 അക്രൂഡ് ഇൻ കാനഡ ബൈ റിസീവ്ഡ് ഇൻ ഇന്ത്യ. അതായത് കാനഡയിൽ പണിയെടുത്ത് നമുക്ക് കിട്ടിയ ഒരു ഇൻകമാണ്, പക്ഷെ അത് കിട്ടുന്നത് ഇന്ത്യയിൽ നിന്നാണ്. കാനഡയിലാണ് ആ ക്യാഷ് സെറ്റായത്, പക്ഷേ കിട്ടുന്നത് ഇന്ത്യയിലാണ്. അപ്പോൾ ഞാൻ ക്വസ്റ്റ്യനും ഡിസ്കസ് ചെയ്യുന്നുണ്ട്, പ്രോബ്ലവും ഡിസ്കസ് ചെയ്യും. പ്രോബ്ലം നമുക്ക് ചെയ്യുമ്പോൾ നമുക്ക് എക്സ്പ്ലെയിൻ ഒന്നും കൂടെ പറയാം. കാരണം മേ ബി ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോൾ എല്ലാവർക്കും മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അത് മനസ്സിലാവാത്തവർക്കുണ്ടെങ്കിൽ പ്രോബ്ലം വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലായിക്കോളും. ഓക്കെ, ഓക്കെ. അതാണ് കാനഡയിൽ അതായത് ഇപ്പോൾ ഞാൻ കാനഡയിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ കാനഡയിൽ വർക്ക് ചെയ്തപ്പോൾ എനിക്ക് 2000 രൂപ ആണ് അതിൽ ഞാൻ 2000 രൂപയ്ക്കുള്ള പണിയാണ് ഞാൻ എടുത്തത്. ഓക്കെ, ആ ക്യാഷ് കിട്ടുന്നത് ഇന്ത്യയിലാണ്, അതാണ് അത് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് വരിക? റിസീവ്ഡ് ഇൻ ഇന്ത്യ എന്ന് പറയുമ്പോൾ തന്നെ അവിടെ എന്ത് വരും? നമ്മൾ ഓർഡിനറിയിലും നോട്ട് ഓർഡിനറിയിലും നോൺ റെസിഡൻറ്റിലും നമ്മൾ എന്ത് കൊടുക്കണം? ഈ 2000 രൂപയ്ക്ക് ടാക്സ് കൊടുക്കണം. ഓക്കെ, ₹5000 ഏൺഡ് ഇൻ ഇന്ത്യ ബൈ റിസീവ്ഡ് ഇൻ കാനഡ. അതായത് ഇന്ത്യയിൽ നിന്നാണ് ആ ക്യാഷ് നമ്മൾ ഏൺ ചെയ്യുന്നത്, പക്ഷേ നമുക്ക് റിസീവ് ആവുന്നത് എവിടെയാണ്? കാനഡയിലാണ്. അതായത് ഈ ഏൺ എന്ന് പറയുമ്പോൾ സോഴ്സ് ആണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പോൾ എനിക്ക് എന്തെങ്കിലും റെൻറ്റ് കിട്ടുന്നതോ അല്ല, ഇന്ത്യയിൽ എൻ്റെ ഒരു വീടിന്, ഞാൻ കാനഡയിലാണ് വർക്ക് ചെയ്യുന്നത്, ഞാൻ എൻ്റെ വീട് ഞാൻ ഇന്ത്യയിൽ വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വാടകയുടെ ക്യാഷ് ഉണ്ടല്ലോ, റെൻറ്റിൻ്റെ ക്യാഷ്, ആ ക്യാഷ് എനിക്ക് കിട്ടുന്നത് കാനഡയിൽ നിന്നാണ്. അതാണ് ഇത് പറയുന്നത്. അങ്ങനത്തെ സിറ്റുവേഷനിൽ എന്താ വരിക? അപ്പോഴും നമ്മൾ 3 പേർക്ക് ടാക്സ് കൊടുക്കണം. കാരണം എന്താ? ഇതിൻ്റെ സോഴ്സ് വരുന്നത് എവിടെയാണ്? ഇന്ത്യയിലാണ്. ഓക്കെ, അതാണ് കേട്ടോ അത് പറയുന്നത്. പിന്നെ ഹൗസ് പ്രോപ്പർട്ടി ഇൻകം ഫ്രം ശ്രീലങ്ക ₹2000. അതായത് ഹൗസ് പ്രോപ്പർട്ടി, അതായത് ഞാൻ വല്ല വാടകയ്ക്ക് കൊടുക്കത്തപ്പോൾ ശ്രീലങ്കയിലുള്ള ഒരു വീടിന് ഹൗസ് പ്രോപ്പർട്ടി ഇൻകം കിട്ടിയതാണ്, അത് ₹2000 വരുന്നത്. അങ്ങനെ ആകുമ്പോൾ ഇതിൽ ഇന്ത്യ ആയിട്ട് ഇതിന് ഒരു കണക്ഷനും ഇല്ല. കാരണം എന്താ? അതിൻ്റെ കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് ഇന്ത്യയിലല്ല, റിസീവ്ഡ് ക്യാഷ് കിട്ടുന്ന ഇന്ത്യയിൽ നിന്നല്ല, ഇന്ത്യ ആയിട്ട് ഇതിന് ഒരു കണക്ഷനും ഇല്ല. അങ്ങനത്തെ കേസിൽ ഓർഡിനറി റെസിഡൻ്റ് ആണ് വരിക. ഓക്കെ, പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് ₹5000 were ഏൺഡ് ഇൻ ആഫ്രിക്ക ആൻഡ് റിസീവ്ഡ് ഇൻ ദർ. അതായത് ഏൺ ചെയ്യുന്നതും അവിടുന്ന് തന്നെയാണ്, റിസീവ് ആവുന്നതും അവിടുന്ന് തന്നെയാണ്. എവിടുന്ന്? ആഫ്രിക്കയിൽ നിന്ന് തന്നെ. അപ്പോൾ ഇതിനും എന്തുമായിട്ട് കണക്ഷൻ ഇല്ല, ഇന്ത്യയായിട്ട് ഒരു കണക്ഷനും ഇല്ല. കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് പറയുന്നില്ല, റിസീവ്ഡ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നില്ല, ഒന്നും പറയുന്നില്ല. അപ്പോൾ അതെന്താണ് പറയുന്നത്? അതും ഓർഡിനറി റെസിഡൻ്റ് ആണ്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ ഇതൊക്കെ? എനിവേ നമുക്കൊന്ന് പ്രോബ്ലം ചെയ്യുമ്പോൾ നോക്കാം. അതായത് ഇൻകം അക്രൂഡ് ഇൻ കാനഡയിലാണ് എന്ത് അക്രൂഡ് ആയിട്ടുള്ളത്, പക്ഷെ അത് റിസീവ് ആവുന്നത് ഇന്ത്യയിലാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 3 പേർക്കും ഓർഡിനറിയിലും നോട്ട് ഓർഡിനറിയിലും നോൺ റെസിഡൻറ്റിലും നമ്മൾ 2000 രൂപ കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് ഇൻകം ഏൺഡ് ഇൻ ഇന്ത്യ ബട്ട് റിസീവ്ഡ് ഇൻ കാനഡ. അതായത് ഇൻകം ഏൺ ചെയ്യുന്നത് ഇന്ത്യയിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞ വീടിൻ്റെ കേസ്, ഞാൻ കാനഡയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കാനഡയ്ക്ക് പോന്നപ്പോൾ എൻ്റെ വീട് അവിടെ വെറുതെ പൂട്ടിയിട്ടേക്കുമായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് റെൻറ്റിന് കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ റെൻറ്റിൻ്റെ ക്യാഷ് എനിക്ക് കാനഡയിൽ നിന്നാണ് കിട്ടിയത്. പക്ഷേ അതിൻ്റെ സോഴ്സ് എവിടെയുള്ളത്? ഇന്ത്യയിലാണ്. കാരണം ആ വീട് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഓർഡിനറിക്കും നോട്ട് ഓർഡിനറിക്കും നോൺ റെസിഡൻറ്റിനും നമ്മൾ എന്ത് ചെയ്യണം? ക്യാഷ് കൊടുക്കണം. ഇതാണ് ഇത് പറയുന്നത് കേട്ടോ. പിന്നെ ഹൗസ് പ്രോപ്പർട്ടി ഇൻകം ഫ്രം ശ്രീലങ്ക. ശ്രീലങ്കയിലുള്ള ഒരു ഹൗസ് പ്രോപ്പർട്ടി വാടകയ്ക്ക് കൊടുത്തപ്പോൾ അതിനെന്ത് കിട്ടി? ഇൻകം കിട്ടി. അത് കിട്ടുന്നതും എവിടെ നിന്ന് തന്നെയാണ്? ശ്രീലങ്കയിൽ നിന്ന് തന്നെയാണ്. അതിൻ്റെ കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് എവിടെ തന്നെയാണ്? ശ്രീലങ്ക. അതൊന്നും പറയുന്നില്ല, എല്ലതും ശ്രീലങ്കയാണ് എന്നാൽ മാത്രം. അതായത് ഇന്ത്യയായിട്ട് ഇതിന് ഒരു കണക്ഷനും ഇല്ല. ഇന്ത്യയായിട്ട് ഒരു കണക്ഷനും ഇല്ല എന്നുണ്ടെങ്കിൽ ഓർഡിനറിയിൽ മാത്രം എന്ത് ചെയ്താൽ മതി? നമ്മൾ ക്യാഷ് കൊടുത്താൽ മതി. പിന്നെ ഇൻകം ഏൺഡ് ഇൻ ആഫ്രിക്ക, ഇതും അതുപോലെ തന്നെയാണ്. കാരണം 5ാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ₹5000 were ഏൺഡ് ഇൻ ആഫ്രിക്ക ആൻഡ് റിസീവ്ഡ് ഇൻ ദർ. അതായത് ഏൺ ചെയ്യുന്നത് ആഫ്രിക്കയിലാണ്, റിസീവ് ചെയ്യുന്നതും അവിടെ തന്നെയാണ്. സോ ഇതിലും ഇങ്ങനെ തന്നെ വരുന്നത്. ഓർഡിനറിയിൽ മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി? ക്യാഷ് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഇങ്ങനെ എഴുതുക. ആദ്യം പെർട്ടിക്കുലർ എഴുതുക. പെർട്ടിക്കുലർ കംപ്ലീറ്റ് ആയിട്ട് എഴുതാൻ പറ്റിയിട്ടില്ലെങ്കിലും ഇതുപോലെ നമ്മളിങ്ങനെ ജേണൽ എൻട്രിയിൽ എഴുതില്ലേ, നറേഷൻ എഴുതുന്ന പോലെ ചെറിയൊരു ഇത് എഴുതുക. എന്നിട്ട് എമൗണ്ട് നിങ്ങൾക്ക് എഴുതുക, എന്നിട്ട് അത് കാൽക്കുലേറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, ഇതാണ് ഒരു ചെറിയ പ്രോബ്ലമാണേ. ഇനി നെക്സ്റ്റ് നമുക്ക് വലിയ പ്രോബ്ലം നോക്കാം. ഓക്കെ, ഇതിൽ ഫ്രം ദി ഫോളോയിങ് പെർട്ടിക്കുലേഴ്സ് റിലേറ്റിംഗ് ടു ആൻ അസസി കമ്പ്യൂട്ട് ഹിസ് ടോട്ടൽ ഇൻകം ഫോർ ദി അസസ്മെൻറ്റ് ഇയർ 2024-25 അണ്ടർ ഹിസ് ഡിഫറെൻറ്റ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്. അതായത് ഇവിടെ ഒരു അസസിയുടെ ഇത് കൊടുത്ത് ഇൻകത്തിന് പെർട്ടിക്കുലേഴ്സ് കൊടുത്തിട്ടുണ്ട്. അസസ്മെൻറ്റ് ഇയർ 2024-25 ആ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഡിഫറെൻറ്റ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്, ഈ ഡിഫറെൻറ്റ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്ന് പറയുമ്പോൾ ഓർഡിനറി റെസിഡൻ്റ് ആണോ അതോ നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആണോ അതോ നോൺ റെസിഡൻ്റ് ആണോ എന്നാണ് ഇവിടെ ഡിഫറെൻറ്റ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. എനിവേ നമുക്ക് ആദ്യം ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം, എന്നിട്ട് പ്രോബ്ലത്തിലോട്ട് എടുക്കാം. ഓക്കെ, ഡിഫറെൻറ്റ് ഫ്രം എ ഇന്ത്യൻ കമ്പനി റിസീവ്ഡ് ഇൻ തായ്വാൻ ₹40,000, 14,000 രൂപ. ഓക്കെ,
ഇന്ത്യൻ കമ്പനിയുടെ ഡിവിഡൻറ്റ് ആണ്. റിസീവ് ചെയ്യുന്നത് തായ്വാനിലാണ്. ഓക്കെ, ഇന്ത്യൻ കമ്പനിയുടെ, അപ്പോൾ ഈ ഇന്ത്യൻ കമ്പനി എന്ന് പറയുന്നത് ഇന്ത്യയിൽ സിറ്റുവേറ്റഡ് ആയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഇന്ത്യൻ കമ്പനീസ് ആക്ട് 2030 പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു കമ്പനി ആയിരിക്കും. ഓക്കെ, അതിൽ നിന്ന് കിട്ടിയ ഡിവിഡൻറ്റ് ആണ്. അത് റിസീവ് ആവുന്നത് എവിടെയാണ്? തായ്വാനിലാണ്. പക്ഷേ ഇവിടെ എന്താ പറയുന്നത്? ഇന്ത്യൻ കമ്പനി ആയതുകൊണ്ട്, അത് സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ളത് ഇന്ത്യയിലായതുകൊണ്ട് എന്ത് ചെയ്യണം? അതിൻ്റെ ആ ഒരു സോഴ്സ് എന്ന് പറയുന്നത് എവിടെയാണ്? ഇന്ത്യയാണ്. അപ്പോൾ നമ്മൾ ഓർഡിനറിക്കും നോട്ട് ഓർഡിനറിക്കും നോൺ റെസിഡൻറ്റിനും നമ്മൾ എന്ത് ചെയ്യണം? ടാക്സ് അടയ്ക്കണം. അതെന്താ? ഇന്ത്യയിലാണ്, ഇന്ത്യൻ കമ്പനി ആയതുകൊണ്ടാണ്. ഓക്കെ, ഇനി പ്രോഫിറ്റ്സ് ഫ്രം എ ബിസിനസ് ഇൻ ചെന്നൈ മാനേജ്ഡ് ആൻഡ് കൺട്രോൾഡ് ഫ്രം UK ₹14,000, അതായത് 40,000, 40,000 രൂപ. ഓക്കെ, അതായത് ചെന്നൈയിലുള്ള ഒരു ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ്, അതിൻ്റെ കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് വരുന്നത് എവിടെയാണ്? UK അങ്ങനത്തെ കേസിൽ എങ്ങനെയാണ് വരിക? അപ്പോഴും ഇത് തന്നെയാണ്. എങ്ങനെ? ഓർഡിനറിക്കും നോട്ട് ഓർഡിനറിക്കും നോൺ റെസിഡൻറ്റിനും നമ്മൾ എന്ത് ചെയ്യണം? ടാക്സ് കൊടുക്കണം. കാരണം എങ്ങനെയാണ്? കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് എവിടെയോ വന്നോട്ടെ, പക്ഷേ അതിൻ്റെ സോഴ്സ് പറയുന്നത് ഇന്ത്യയല്ലേ? ചെന്നൈ ഇന്ത്യയിലുള്ളതല്ലേ? ഇന്ത്യയിലുള്ളതാണ് ചെന്നൈ. ഓക്കെ, ചൈന അല്ല കേട്ടോ, ചെന്നൈ. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമ്മൾ 3 എണ്ണത്തിനും ഒരുപോലെ ടാക്സ് അടയ്ക്കണം. ഓർഡിനറിക്കും നോട്ട് ഓർഡിനറിക്കും അതുപോലെ തന്നെ നോൺ റെസിഡൻറ്റിനും ടാക്സ് അടയ്ക്കണം. പിന്നെ ഇൻകം ഫ്രം അഗ്രികൾച്ചറൽ ഇൻ പാകിസ്ഥാൻ റിസീവ്ഡ് ഇൻ പാകിസ്ഥാൻ ബട്ട് റിമിറ്റഡ് ടു ഇന്ത്യൻ. അതായത് ഇവിടെ എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഇന്ത്യ ആയിട്ട് ആക്ച്വലി വലിയ കണക്ഷനൊന്നുമില്ല. എന്താ കാരണം? അഗ്രികൾച്ചറൽ ഇൻകം ആണ്. പാകിസ്ഥാൻ അഗ്രികൾച്ചറൽ ഇൻകം ആണ്. അതായത് പാകിസ്ഥാനിലെ മണ്ണിലാണ്, പാകിസ്ഥാനിലാണ് ഞാൻ എന്ത് ചെയ്തത്? കൃഷി ചെയ്തത്. അങ്ങനെയാണ് എനിക്ക് ഇൻകം കിട്ടിയത്. അവിടുന്ന് തന്നെയാണ് എന്ത് ചെയ്യുന്നത്? എനിക്ക് ഇൻകം കിട്ടുന്നത്. ഞാൻ അതേറ്റ് എനിക്ക് ഇന്ത്യയിൽ നിന്നല്ല, റിസീവ്ഡ് ഇൻ പാകിസ്ഥാൻ എന്നാണ് കൊടുത്തിട്ടില്ല. ഓക്കെ, അങ്ങനെയാകുമ്പോൾ അവിടുന്ന് തന്നെയാണ്. പിന്നെ റെമിറ്റഡ് ടു ഇന്ത്യ എന്ന് പറയുമ്പോൾ മേ ബി ആ കർഷകന് ഇന്ത്യയിൽ വല്ല ഫാമിലി ഉണ്ടെങ്കിൽ അങ്ങോട്ട് ക്യാഷ് അയച്ചതായിരിക്കും. അതല്ലാണ്ട് അയാൾ അയച്ചതായിരിക്കും. അല്ലാണ്ട് വേറെ ഒന്നുമല്ല കേട്ടോ. ഈ റെമിറ്റഡ് ടു ഇന്ത്യ എന്ന് പറയുമ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഇന്ത്യയായിട്ട് ഒരു കണക്ഷനും വരുന്നില്ല. അപ്പോൾ ഓർഡിനറിയിൽ മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ 40,000 രൂപ നമ്മൾ അടച്ചാൽ മതി. മൂന്നാമത്തെ കേസ്. ഓക്കെ, പിന്നെ റെൻറ്റ് റിസീവ്ഡ് ഫ്രം പ്രോപ്പർട്ടി ഇൻ ശ്രീലങ്ക റിസീവ്ഡ് ഔട്ട്സൈഡ് ഇന്ത്യ. അതായത് റെൻറ്റ് നമുക്ക് ശ്രീലങ്കയിലുള്ള ഒരു പ്രോപ്പർട്ടിക്ക് റെൻറ്റ് റിസീവ് ആവുന്നുണ്ട്. അതെവിടെയാണ് കിട്ടുന്നത്? അത് കിട്ടുന്നതും ഔട്ട്സൈഡ് ഇന്ത്യ ആണെന്ന് ടെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. ഔട്ട്സൈഡ് ഇന്ത്യ എന്ന് പറയുമ്പോൾ ഇന്ത്യക്ക് വെളിയിൽ ഏതെങ്കിലും ഒരു രാജ്യത്തു നിന്നായിരിക്കും. മേ ബി ശ്രീലങ്കയിൽ നിന്നായിരിക്കും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു രാജ്യത്തു നിന്നായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഓർഡിനറി റെസിഡൻറ്റിൽ മാത്രം കൊടുത്താൽ മതി. കാരണം എന്താ? ഇവിടെ ഇന്ത്യയുമായിട്ട് എന്തില്ല? കണക്ഷൻ വരുന്നില്ല. ഓക്കെ, അതാണ് അത് പറയുന്നത്. എന്താണ്? പെൻഷൻ ഫ്രം ആൻ ഇന്ത്യൻ എംപ്ലോയർ റിസീവ്ഡ് അബ്രോഡ് 24,000. അതായത് ഒരു ഇന്ത്യൻ എംപ്ലോയറുടെ പെൻഷൻ റിസീവ് ആവുന്നത് അബ്രോഡാണ്. ഈ ഇന്ത്യൻ എംപ്ലോയർ എന്ന് പറയുമ്പോൾ എന്താ? ഒരു ഇന്ത്യയിലെ എംപ്ലോയറാണ്. അതായത് അയാൾ പണിയെടുത്തിട്ടുള്ളത് ഇന്ത്യയിലാണ്. അപ്പോൾ അയാൾ പണിയെടുക്കുമ്പോൾ അയാൾക്ക് കിട്ടുന്ന ഇൻകം ഇന്ത്യത്തെ ഇൻകം ആണ്. ഓക്കെ, അപ്പോൾ അത് റിസീവ് ആവുന്നത് അബ്രോഡ്. പക്ഷേ അതിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് എന്താ? ഇന്ത്യയാണ്. അപ്പോൾ നമ്മൾ 24,000 രൂപ നമ്മൾ ഏതിലേക്ക്? 3 നമ്മൾ എന്ത് ചെയ്യണം? അടയ്ക്കണം. അതായത് ഓർഡിനറിയിലും നോട്ട് ഓർഡിനറിയിലും നോൺ റെസിഡൻറ്റിലും 24,000 രൂപ നമ്മൾ കൊടുക്കണം. നെക്സ്റ്റ് പറയുന്നതാണ് ഷെയർ ഓഫ് പ്രോഫിറ്റ് ഫ്രം എ ബിസിനസ് ഇൻ കാനഡ ബട്ട് മാനേജ്ഡ് ആൻഡ് കൺട്രോൾഡ് ഫ്രം ഇന്ത്യ ₹60,000 ഔട്ട് ഓഫ് വിച്ച് ₹30,000 റിസീവ്ഡ് ഇൻ ഇന്ത്യ. അതായത് ഇവിടെ പറയുന്നത് കാനഡയിലുള്ള ഒരു ബിസിനസ്, അതിൽ നിന്ന് കിട്ടിയതാണ് ഈ 60,000 രൂപ. പക്ഷേ അതിൻ്റെ കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് വരുന്നത് എവിടെയാണ്? ഇന്ത്യയിലാണ്. ഈ ഇതുവരെ ഒരു ഫുൾ സ്റ്റോപ്പാണ്. അങ്ങനെ ആകുമ്പോൾ ഇതിലെന്താ പറയുന്നത്? കാനഡയിലുള്ള ഒരു ബിസിനസ്, അതിൻ്റെ കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് വരുന്നത് ഇന്ത്യയിലാണെങ്കിൽ നമ്മൾ ഓർഡിനറിക്കും നോട്ട് ഓർഡിനറിക്കും നമ്മൾ എന്ത് കൊടുക്കണം? ടാക്സ് കൊടുക്കണം. ഇതുവരെ ആയിരുന്നു ക്വസ്റ്റ്യൻ എന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ അവിടെ വെച്ച് നിർത്തായിരുന്നു. ഓക്കെ, 60,000 രൂപ നമുക്ക് എന്ത് ചെയ്യാം? 2 കൂട്ടർക്കും കൊടുക്കാം. ഏത്? ഓർഡിനറിക്കും നോട്ട് ഓർഡിനറിക്കും. പക്ഷേ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? 30,000 രൂപ അവർ ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നോൺ റെസിഡൻറ്റിനും 30,000 രൂപ കൊടുക്കണം. ഓക്കെ, ഇതുവരെയാണ് അടുത്ത ഒരു ആ ഒരു ഇത് വരുന്നത്. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഇതാണ്. അപ്പോൾ 30,000 രൂപ നമ്മൾ നോൺ റെസിഡൻറ്റിന് കൊടുക്കണം. 2 എണ്ണത്തിൽ 60ലും 1ലും 30. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയുന്നതാണ് പാസ്റ്റ് പ്രോഫിറ്റ് ഏൺഡ് ബ്രൗട്ട് ടു ഇന്ത്യ ₹1 lakh. ഡിവിഡൻറ്റ് പാസ്റ്റ് പ്രോഫിറ്റ് ഏൺഡ് ബ്രൗട്ട് ടു ഇന്ത്യ എന്ന് പറയുമ്പോൾ പാസ്റ്റ്, അതായത് മേ ബി 1-2 വർഷം മുന്നത്തെ അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം അങ്ങനത്തെ ഏതെങ്കിലും ഒരു പ്രോഫിറ്റ് നമുക്ക് ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് കിട്ടുകയാണ് ₹1 lakh. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ട? ഒന്നും ചെയ്യേണ്ട, അവിടെ ജസ്റ്റ് വരിട്ട് കൊടുത്താൽ മതി. ഓക്കെ, ഡിവിഡൻറ്റ് ഫ്രം എ കമ്പനി ഇൻ മലേഷ്യ ഔട്ട് ഓഫ് വിച്ച് 50% റിസീവ്ഡ് ഇൻ ഇന്ത്യ ₹16,000. അതായത് ഒരു മലേഷ്യൻ കമ്പനിയുടെ ഡിവിഡൻറ്റ് നമുക്ക് കിട്ടുകയാണ്. ഓക്കെ, അങ്ങനെയാകുമ്പോൾ ഇവിടെ ഇന്ത്യയായിട്ട് കണക്ഷൻ ഇല്ല. എത്ര രൂപ?
60,000 കിട്ടുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്താൽ മതി, ഈ ഓർഡിനറി റെസിഡൻറ്റിൽ 60,000 രൂപ കൊടുക്കുക. കാരണം ഇവിടെ എന്ത് ചെയ്യുന്നില്ല, ഇന്ത്യയായിട്ടൊരു കണക്ഷനും വരുന്നില്ല. ഓക്കെ, കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് ഇന്ത്യയിൽ വരികയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഓർഡിനറിയിലും നോട്ട് ഓർഡിനറിയിലും കൊടുക്കണം എന്ന് പറയാം. പക്ഷേ ഇവിടെ കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് ഇന്ത്യയിലാണെന്ന് പറയുന്നില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്താൽ മതി, 60,000 രൂപ ഓർഡിനറിയിൽ മാത്രം കൊടുത്താൽ മതിയായിരുന്നു. പക്ഷേ ഇവിടെ ഔട്ട് ഓഫ് 50% ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അതായത് 60,000 രൂപയുടെ 50% എന്ന് പറയുമ്പോൾ 30,000 രൂപ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അങ്ങനത്തെ സിറ്റുവേഷനിൽ എന്ത് ചെയ്യണം, 30,000 രൂപ നോട്ട് ഓർഡിനറി റെസിഡൻറ്റിലും നോൺ റെസിഡൻറ്റിലും നമ്മൾ കൊടുക്കണം. 60,000 രൂപ ഓർഡിനറി കൊടുക്കണം. കാരണം എന്താ, അതിൻ്റെ ഡിവിഡൻറ്റ് കിട്ടുന്നതും മലേഷ്യയിലാണ്, അതിൻ്റെ കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് വരുന്നതും മലേഷ്യ തന്നെയാണ്. കാരണം ഇതിൽ കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് ഇന്ത്യ എന്ന് പറയുന്നൊന്നുമില്ലല്ലോ. അപ്പോൾ ഒരു കണക്ഷൻ, ഇന്ത്യയുമായിട്ട് ഇതിനൊരു കണക്ഷനും ഇല്ല. പക്ഷേ അവിടുന്ന് ക്യാഷ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട് 50%. അപ്പോൾ നോട്ട് ഓർഡിനറിയിലും നോൺ റെസിഡൻറ്റിലും ടാക്സ് അടയ്ക്കണം. അതാണ് ഈ പറയുന്നത് കേട്ടോ. ഇനി നമുക്ക് പ്രോബ്ലം നോക്കാം. അത് നമ്മളിങ്ങനെ 3 കോളൊക്കെ വരയ്ക്കണം, 4 കോളൊക്കെ വരയ്ക്കണം. അതായത് പെർട്ടിക്കുലർ ഇവിടെ എഴുതുക, പിന്നെ ഓർഡിനറി റെസിഡൻറ്റ്, നോട്ട് ഓർഡിനറി റെസിഡൻറ്റ്, നോൺ റെസിഡൻറ്റ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഡിവിഡൻറ്റ് ഫ്രം എ ഇന്ത്യൻ കമ്പനി, നമുക്ക് അതായത് ഒരു ഇന്ത്യൻ കമ്പനിയുടെ ഡിവിഡൻറ്റ് കിട്ടിയായിരുന്നു, തായ്വാനിലാണ് കിട്ടുന്നത്. എത്ര രൂപ, 14,000 രൂപ. അതിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് എവിടെയാണ്, ഇന്ത്യ ആയതുകൊണ്ടാണ് ഈ 14,000 രൂപ ഇവിടെ വന്നത്. ഓക്കെ, പിന്നെ പ്രോഫിറ്റ് ഫ്രം എ ബിസിനസ് ഇൻ ചെന്നൈയിലുള്ള ഒരു ബിസിനസ്, അതിൻ്റെ കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് വരുന്നത് UK-യിലാണ്. പക്ഷേ ആ ബിസിനസ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്, ചെന്നൈയിലാണ്. ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് ചെന്നൈ അല്ലേ. അപ്പം നമ്മൾ 40,000 രൂപ വെച്ച് കൊടുക്കണം. പിന്നെ ഇൻകം ഫ്രം അഗ്രികൾച്ചറൽ ഇൻ പാകിസ്ഥാൻ റിസീവ്ഡ് ഇൻ പാകിസ്ഥാൻ ബട്ട് പെയ്ഡ് ടു ഇന്ത്യ. അതായത് ഇവിടെ അഗ്രികൾച്ചറൽ ഇൻകം ഉണ്ടാക്കുന്നത് എവിടെ വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്, പാകിസ്ഥാനിൽ വെച്ചിട്ടാണ്. അത് കിട്ടുന്നത് എവിടെ നിന്നാണ് കിട്ടുന്നത്, അതും പാകിസ്ഥാനിൽ വെച്ചിട്ടാണ്. ആ കിട്ടിയ ക്യാഷ് ഇങ്ങോട്ട് അയക്കുന്നതെന്നേ ഉള്ളൂ, അതിന് വലിയ കണക്ഷനൊന്നും ഇല്ല ഇതുമായിട്ട്. അപ്പോൾ നമ്മൾ ഓർഡിനറിയിൽ മാത്രം കൊടുത്താൽ മതി, ക്യാഷ് കൊടുത്താൽ മതി. കാരണം ഇവിടെ ഇന്ത്യയുമായിട്ട് ഒരു കണക്ഷനും ഇല്ല. അത് ക്യാഷ് കിട്ടുന്നതും അവിടെ വെച്ചിട്ട് തന്നെയാണ്, അതുപോലെ തന്നെ അത് ഉണ്ടാകുന്നതും. അതായത് അഗ്രികൾച്ചറൽ ഇൻകം, കൃഷി നടത്തുന്നത് എവിടെ വെച്ചിട്ടാണ്, പാകിസ്ഥാനിലാണ്. അവിടെ വെച്ചിട്ട് തന്നെ ആ കൃഷി ചെയ്തതിൻ്റെ ഇൻകം നമുക്ക് റിസീവ് ആവുന്നത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആ കിട്ടിയ ക്യാഷാണ് എങ്ങോട്ട് അയക്കുന്നത്, ഇന്ത്യയിലോട്ട് അയക്കുന്നത്. ഓക്കെ, അപ്പോൾ ഓർഡിനറിയിൽ മാത്രം കൊടുത്താൽ മതി. പിന്നെ റെൻറ്റ് റിസീവ്ഡ് ഫ്രം എ പ്രോപ്പർട്ടി ഇൻ ശ്രീലങ്ക റിസീവ്ഡ് ഔട്ട്സൈഡ് ഇന്ത്യ. ഔട്ട്സൈഡ് ഇന്ത്യ എന്ന് പറയുമ്പോൾ ഇന്ത്യക്ക് പുറത്താണ്, ശ്രീലങ്കയും ഇന്ത്യക്ക് പുറത്തുള്ളതാണ്. അപ്പോൾ റെൻറ്റ് റിസീവ് ആവുന്നത് ശ്രീലങ്കയിൽ നിന്നാണ്. അതായത് ശ്രീലങ്കയിലുള്ള ഒരു പ്രോപ്പർട്ടിക്കാണ് ഇവിടെ റെൻറ്റ് റിസീവ് ആകുന്നത്. റിസീവ്ഡ് ഔട്ട്സൈഡ് ഇന്ത്യക്കാണ് അതാവുന്നത്. അതാണ് എന്ത് പറയുന്നത്, അതായത് ഈ പ്രോപ്പർട്ടീൻ്റെ വാടക എന്ന് പറയുന്നത് 24,000 രൂപയാണ്. ആ പ്രോപ്പർട്ടി എവിടെ സ്ഥിതി ചെയ്യുന്നത്, ശ്രീലങ്കയിലാണ്. ഓക്കെ, അതുപോലെ തന്നെ ആ ക്യാഷ് കിട്ടുന്നത് നമുക്ക് എവിടുന്നാണ്, ശ്രീലങ്കയിൽ നിന്ന് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു രാജ്യത്തു നിന്നാണ്. ഇന്ത്യയുമായിട്ട് ഇതിന് എന്തില്ല, ഒരു കണക്ഷനും ഇല്ല. അതുകൊണ്ട് തന്നെ ഓർഡിനറി റെസിഡൻറ്റിൽ മാത്രം കൊടുത്താൽ മതി. ഓക്കെ, പിന്നെ പെൻഷൻ ഫ്രം ആൻ ഇന്ത്യൻ എംപ്ലോയർ റിസീവ്ഡ് ഇൻ അബ്രോഡ്. അതായത് ഇന്ത്യൻ എംപ്ലോയറാണ്, അയാൾ വർക്ക് ചെയ്തിട്ടുള്ളത് ഇന്ത്യയിലാണ്. അതിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് എവിടെയാണ്, ഇന്ത്യയാണ്. ക്യാഷ് കിട്ടുന്നത് എവിടെയോ ആയിക്കോട്ടെ, പക്ഷേ ഇന്ത്യൻ എംപ്ലോയറാണ്. ഓക്കെ, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, 3 നമ്മൾ ടാക്സ് അടയ്ക്കണം. പിന്നെ ഷെയർ ഓഫ് പ്രോഫിറ്റ് ഫ്രം എ ബിസിനസ് ഇൻ കാനഡ ബട്ട് മാനേജ്ഡ് ആൻഡ് കൺട്രോൾഡ് ഫ്രം ഇന്ത്യ. അതിൻ്റെ കംപ്ലീറ്റ് അല്ല കേട്ടോ, അവിടെയാണ് അത് കംപ്ലീറ്റ് ആയിട്ടുള്ളത്. ഷെയർ ഓഫ് പ്രോഫിറ്റ് ഫ്രം എ ബിസിനസ് ഇൻ കാനഡ ബട്ട് മാനേജ്ഡ് ആൻഡ് കൺട്രോൾഡ് ഫ്രം ഇന്ത്യ ₹60,000 ഔട്ട് ഓഫ് വിച്ച് ₹30,000 റിസീവ്ഡ് ഇൻ ഇന്ത്യ. ഓക്കെ, അതായത് കാനഡയിലാണ് ബിസിനസ് വരുന്നത്, കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് വരുന്നത് ഇന്ത്യയിലാണ്. ഇതിൻ്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 60,000 രൂപയാണ്. അവിടെ വെച്ച് ക്വസ്റ്റ്യൻ നിർത്തുകയായിരുന്നെങ്കിൽ നമുക്ക് എന്ത് മതിയായിരുന്നു, ഓർഡിനറിയിലും നോട്ട് ഓർഡിനറിയിലും 60,000 രൂപ വെച്ച് കൊടുത്താൽ മതിയായിരുന്നു. ഓക്കെ, പക്ഷേ ഇവിടെ അവർ 30,000 ഇന്ത്യയിലോട്ട് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ നോൺ റെസിഡൻറ്റിൽ കൊടുക്കണം. അതാണ് ഈ കൊടുത്തിട്ടുള്ളത്. പിന്നെ പാസ്റ്റ് പ്രോഫിറ്റിൻ്റെ കേസ് പറയുകയാണെങ്കിൽ പാസ്റ്റ് പ്രോഫിറ്റ് നമ്മൾ ജസ്റ്റ് ലൈൻ ഇട്ടാൽ മതി, അവിടെ വേറെ ഒന്നും എഴുതണ്ട. പിന്നെ ഡിവിഡൻറ്റ് ഫ്രം എ കമ്പനി ഇൻ മലേഷ്യ ഔട്ട് ഓഫ് വിച്ച് 50% റിസീവ്ഡ് ഇൻ ഇന്ത്യ. അതായത് ഒരു മലേഷ്യൻ കമ്പനിയുടെ ഡിവിഡൻറ്റ് കിട്ടി 60,000 രൂപ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ എല്ലതും വരുന്നത് മലേഷ്യയിൽ തന്നെയാണ്. കാരണം കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് ഇന്ത്യയിലാണെന്ന് പറയുന്നില്ല. അങ്ങനത്തെ കേസിൽ നമ്മൾ എവിടെ ഓർഡിനറിയിൽ മാത്രം ക്യാഷ് കൊടുത്താൽ മതിയായിരുന്നു. പക്ഷേ അതിൻ്റെ 50% ഇന്ത്യയിലോട്ട് കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെയാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നോട്ട് ഓർഡിനറിയിലും അതുപോലെ തന്നെ നോൺ റെസിഡൻറ്റിലും ക്യാഷ് കൊടുക്കണം. ഈ കാൽക്കുലേഷൻ നോക്കണ്ട കേട്ടോ, കാരണം അത് മേ ബി തെറ്റാൻ സാധ്യതയുണ്ട്. ഓക്കെ, അത് ഞാൻ ഈ പറഞ്ഞത് മനസ്സിലായില്ലേ നിങ്ങൾക്ക്, അത് വെച്ച് നിങ്ങൾ ചെയ്യുക. എന്നിട്ട് ഐ തിങ്ക് ഇത് ശരിയാണെന്ന് എനിക്കറിയില്ല, അതുകൊണ്ടാണ്. പിന്നെ ഇതിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻ ഞാൻ PDF ആയിട്ട് ഞാൻ ടെലിഗ്രാം ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ.
നിങ്ങൾ വേണ്ടവർ അതിൽ നിന്ന് എടുക്കുക. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇനി നെക്സ്റ്റ് ഒരു 1-2 പ്രോബ്ലം കൂടെ ഉണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. താങ്ക്